ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് സ്വാഗതം. ലാസ്റ്റ് വീക്ക് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ആ മുഹൂർത്ത് ഡേയിലുള്ള ഒരു ട്രേഡിംഗ് ഡേ ഒഴിച്ചു നിർത്തിയാൽ 3 ദിവസം മാത്രമാണ് ഉണ്ടായിരുന്നത്. എങ്കിൽ പോലും അവിടെ സംഭവബഹുലമായ കുറേ കാര്യങ്ങൾ ആ 3 ദിവസം നടക്കുകയുണ്ടായി. നമുക്കറിയാം 26,277 നിഫ്റ്റിയുടെ ഓൾ ടൈമായി. അത് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മാസമായിരുന്നു ടച്ച് ചെയ്തത്. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ട് കഴിഞ്ഞ 23-ാം തീയതി 26,000 എന്ന ലെവല് ഇൻട്രാഡേയിൽ ഹൈ ടച്ച് ചെയ്യുകയുണ്ടായി. അപ്പോൾ കഴിഞ്ഞ ഒരു വർഷം നമ്മൾ നോക്കുകയാണെങ്കിൽ 8-9 പ്രാവശ്യം നിഫ്റ്റി 24,000 നിന്ന് 25,000 വീണ്ടും 24, 27 അങ്ങനെ പോകുന്നതായിട്ട് കാണാം. അപ്പോൾ എപ്പോഴൊക്കെ ഈ 25,000 ലെവല് നിഫ്റ്റി ക്രോസ് ചെയ്ത് മുകളിലേക്ക് വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ 26,000 എത്താൻ ശ്രമം നടത്തിയിരുന്നു. പക്ഷെ ഒരിക്കലും 26,000 മുകളിലേക്ക് ക്രോസ് ചെയ്യാൻ സാധിക്കാതെ വീണ്ടും തിരിച്ച് 24,000 പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കഴിഞ്ഞ ഒരു വർഷം നമ്മൾ കണ്ടുകൊണ്ടേയിരുന്നത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് കഴിഞ്ഞ ആഴ്ച ആ 26,000 ലെവല് ടച്ച് ചെയ്യാൻ നിഫ്റ്റിക്ക് സാധിച്ചത്. അപ്പോൾ അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ട്രിഗർ പോയിന്റ് ആയിട്ട് വന്നത് US ട്രേഡ് ഡീലുമായി ബന്ധപ്പെട്ട് വന്ന റിപ്പോർട്ടുകളാണ്. എന്നാൽ ആ റിപ്പോർട്ടുകളെ കൺഫേം ചെയ്യുന്ന രീതിയിലുള്ള അനൗൺസ്മെന്റുകളോ മറ്റ് പ്രസ്താവനകളോ ഇന്ത്യയുടെ ഭാഗത്തു നിന്നോ US-ന്റെ ഭാഗത്തു നിന്നോ ഉണ്ടായില്ല. അതിന്റെ ഭാഗമായിട്ട് മാർക്കറ്റ് വീണ്ടും താഴേക്ക് വരികയുണ്ടായത്. അപ്പോൾ ലാസ്റ്റ് ഫ്രൈഡേ ഉണ്ടായിട്ടുള്ള ആ ഒരു ഹെവി സെൽ ഓഫിൽ 25,800 ലെവലിലേക്ക് തിരിച്ചു വന്നുകൊണ്ടാണ് നിഫ്റ്റി നിൽക്കുന്നത്. പക്ഷെ എങ്കിൽ പോലും നിഫ്റ്റി കഴിഞ്ഞ ആഴ്ച പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. അപ്പോൾ കഴിഞ്ഞ 4 ആഴ്ചകളിൽ കൺസിക്യൂട്ടീവായിട്ട് നിഫ്റ്റി വീക്ക്ലി പോസിറ്റീവ് ക്ലോസിംഗ് നൽകിയതായിട്ട് കാണാം. ഇത് ഈ 2025 ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നിഫ്റ്റി ക്ലോസ് ചെയ്തത് 0.97% ഒരു ഗെയിനോടെയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ബ്രോഡ് മാർക്കറ്റ് ഇൻഡെക്സുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു മിക്സഡ് ആയിട്ടുള്ള ക്ലോസിംഗ് ആണ് നമുക്ക് കാണാൻ കഴിയുക. നിഫ്റ്റി മിഡ് ക്യാപ് 150 നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്, 0.12% ഡൗൺ ആയിട്ട്. എന്നാൽ സ്മോൾ ക്യാപ്പ് പോസിറ്റീവിലാണ്, 0.56% ഒരു പോസിറ്റീവ് ക്ലോസിംഗ് ആണ് നൽകിയത്. ഏറ്റവും ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്തത് മൈക്രോ ക്യാപ് 250 ആണ്, 0.71% അത് മുകളിലേക്ക് വരികയുണ്ടായി. അപ്പോൾ ഇത്തരത്തിൽ നിഫ്റ്റി പോസിറ്റീവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഹെവി വെയിറ്റ് സ്റ്റോക്കുകളിൽ വന്നിട്ടുള്ള റിസൾട്ടുകളാണ്. പ്രത്യേകിച്ച് റിലയൻസിന്റെയും HDFC ബാങ്കിന്റെയും ICICI ബാങ്കിന്റെയും റിസൾട്ടുകൾ മിക്സഡ് ടു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ടായിരുന്നു. കൂടാതെ ആക്സിസ് ബാങ്കിന്റേതും ഹിന്ദുസ്ഥാൻ യൂണിലീവർ, പെർസിസ്റ്റന്റ്, JSW സ്റ്റീൽ, IDFC ഫസ്റ്റ് ബാങ്ക്, പോളിക്യാപ്പ് പോലെയുള്ള സ്റ്റോക്കുകളിലും സ്ട്രോങ് ആയിട്ടുള്ള റിസൾട്ട് വന്നതും മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് സെന്റിമെന്റ്സ് സൃഷ്ടിക്കാൻ സഹായകമായിരുന്നു. എന്നാൽ ലാസ്റ്റ് വീക്കിനെ കുറച്ചും കൂടി സെന്റിമെന്റ്സ് ഡൗൺ ആക്കിയിട്ടുള്ളത് ക്രൂഡ് ഓയിലിന്റെ പ്രൈസാണ്. 8% ഒരു ജമ്പാണ് കഴിഞ്ഞ ഒരാഴ്ച മാത്രം ക്രൂഡ് ഓയിൽ ഉണ്ടായത്. അപ്പോൾ അതിന്റെ കാരണമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം റഷ്യയിലെ 2 പ്രധാനപ്പെട്ട ലാർജസ്റ്റ് ഓയിൽ ഫേമുകൾക്കെതിരെ സാങ്ഷൻസ് കൊണ്ടുവന്നതാണ് അത്തരത്തിലുള്ള ഒരു ക്രൂഡ് ഓയിൽ ജമ്പിന് കാരണമായത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രൈസ് ഹൈക്ക് കാരണം നമ്മൾ റിപ്പോർട്ടുകളിൽ കാണുന്നത് ചൈനയും ഇന്ത്യയും താൽക്കാലികമായിട്ടെങ്കിലും റഷ്യൻ ഓയിൽ പർച്ചേസ് നിർത്തിവെച്ചു എന്നാണ്, അല്ലെങ്കിൽ വലിയ തോതിൽ പർച്ചേസിന്റെ ആ ഒരു വോള്യൂം കുറച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് ഇന്ത്യയുടെ ഇൻഫ്ലേഷനെ സാരമായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇന്ത്യയിലെ പല മാനുഫാക്ചറിങ് കമ്പനികളുടെയും പ്രധാനപ്പെട്ട ഒരു റോ മെറ്റീരിയലാണ് ഈ ക്രൂഡ് ഓയിൽ. എന്നാൽ അവിടെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിൽ റഷ്യൻ ഓയിൽ പർച്ചേസ് നമ്മൾ നിർത്തിവെക്കുകയാണെങ്കിൽ ഒരുപക്ഷെ US ആ അഡീഷണൽ ആയിട്ടുള്ള 25% താരിഫ് എടുത്തു കളയാനുള്ള സാധ്യതയുമുണ്ട്. അത് മാർക്കറ്റിൽ പോസിറ്റീവ് വരികയും ചെയ്തേക്കാം. മറ്റൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം നമ്മുടെ മാർക്കറ്റിൽ കാണാൻ കഴിയുന്നത് ഇന്ത്യൻ റുപ്പിയിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു സ്ട്രെങ്തനിങ് ആണ്. ഇപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ ആഴ്ച തുടക്കത്തിൽ 88 മുകളിൽ ട്രേഡ് ചെയ്ത ഇന്ത്യൻ റുപ്പി ഇപ്പോൾ അത് 88 താഴെ 87.8 എന്നുള്ള ആശ്വാസകരമായ ഒരു ലെവലിലാണ് നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിൽ റുപ്പി ഡോളറിനെതിരെ ശക്തി പ്രാപിക്കുന്നത് അത് FIIസിന്റെ ബൈങ്ങിനെ ബൂസ്റ്റ് ചെയ്യാൻ കൂടുതൽ സഹായിച്ചേക്കും. അപ്പോൾ കഴിഞ്ഞ 3 ആഴ്ചകളിൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന്റെയും ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിന്റെയും ആക്ടിവിറ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ FIIs 3 വീക്സ് കണ്ടിന്യൂസ് ആയിട്ട് നെറ്റ് ബയേഴ്സ് ആയിരുന്നു. എന്നാൽ ലാസ്റ്റ് ഫ്രൈഡേ അവർ വലിയ തോതിൽ സെൽ ഓഫ് നടത്തി. പക്ഷെ അതിന് മുമ്പത്തെ ട്രേഡിംഗ് ഡേയ്സിലൊക്കെ അവർ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. അപ്പോൾ നമുക്കറിയാം FIIs ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മന്തിലൊക്കെ ഹെവി സെല്ലിംഗ് ആണ് നടത്തിയത്. 30,000 കോടി മുതൽ 40,000 കോടിക്ക് മുകളിലുള്ള ഒരു സെല്ലിംഗ് ആണ് അവർ നടത്തിയത്. എന്നാൽ ഈ മാസം നമ്മൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഈ മാസം ഇപ്പോൾ അവസാനിക്കാൻ പോവുകയാണ്. അപ്പോൾ അവിടെ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ 244 കോടിയുടെ ഒരു സെല്ലിംഗ് മാത്രമാണ് FIIs നടത്തിയിട്ടുള്ളത്. ഒരുപക്ഷെ ഈ മാസം അവസാനിക്കുമ്പോൾ അവർ ഒരു നെറ്റ് ബയേഴ്സായിട്ട് ഈ മാസം മാറി പോകാനുള്ള ഒരു സാധ്യതയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ അതൊരു ട്രെൻഡ് ചേഞ്ചിങ് സിനാരിയോ ആയി മാറിയേക്കാം. ഇനി ഗോൾഡും സിൽവറുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരാഴ്ച
വലിയ റാലി നടന്ന ഈ ഗോൾഡിലും സിൽവറിലും അതിൻ്റെ ആ ഒരു റെക്കോർഡ് ഹൈയിൽ നിന്നും നല്ല തോതിൽ ഡിക്ലൈൻ ആയതായിട്ട് കാണാം. അപ്പോൾ അവിടെ ഹെവി പ്രോഫിറ്റ് ടേക്കിംഗ് ആണ് നടക്കുന്നത്. അപ്പോൾ ഒരു സ്ട്രോങ് റാലി നടന്നുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ശക്തമായ പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കും. എന്നാൽ ജിയോഗ്രഫിക്കൽ ടെൻഷൻസും അതുപോലെ എക്കണോമിക് അൺസർട്ടനിറ്റിയും തുടരുന്നിടത്തോളം കാലം ഒരു സേഫ് ഹേവൺ എന്നുള്ള നിലക്ക് ഈ പ്രീഷ്യസ് മെറ്റൽസ് അതിൻ്റെ ഡിമാൻഡ് കൂടുക തന്നെ ചെയ്യുമെന്നാണ് അതിൻ്റെ ചില സമയത്തുള്ള റീബൗണ്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്റ്റോക്ക് മാർക്കറ്റിൽ ഗോൾഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കരുതപ്പെടുന്ന ഗോൾഡ് ETF-കൾ അതിൽ കാര്യമായൊരു ഫോളാണ് കഴിഞ്ഞ ആഴ്ച ഉണ്ടായത്. ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു ഗോൾഡ് ETF ആയിട്ടുള്ള ഗോൾഡ് ബീസിൻ്റെ ഡാറ്റ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 6.67% കഴിഞ്ഞ ആഴ്ച അത് ഡൗൺ ആയിരുന്നു. അതുപോലെ നിപ്പോൺ ഇന്ത്യയുടെ തന്നെ സിൽവർ ബീസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് 13.17% ഡൗൺ ആയിരുന്നു. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു ബുൾ റാലി നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സിൽവറും ഗോൾഡും ഡൗൺ ആവും, തിരിച്ചും സംഭവിച്ചേക്കാം. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മൾ ഈ ഗോൾഡ് സിൽവർ പ്രൈസ് ട്രാക്ക് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ്. അവിടെ നല്ല ഡിപ്പിൽ വരുമ്പോൾ ഇപ്പോഴും ബൈങ് അവസരമായിട്ട് തന്നെയാണ് പൊതുവെ മാർക്കറ്റ് ഗോൾഡിനെയും സിൽവറിനെയും വിലയിരുത്തുന്നത്. ഇനി അടുത്ത ആഴ്ച മാർക്കറ്റിൽ ട്രിഗർ ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട ചില ഇവൻറ്റുകൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ US മാർക്കറ്റിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കാണാൻ കഴിയും ഡൗ ജോൺസ് ആയാലും S&P 500 ആയാലും നാസ്ഡാക്ക് ആയാലും അമേരിക്കയുടെ മേജർ ഇൻഡെക്സുകളെല്ലാം റെക്കോർഡ് ഹൈയിലേക്കാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഡൗ ജോൺസ് 2.73% മുകളിലാണ്, S&P 500 2.45%, നാസ്ഡാക്ക് 2.84% കഴിഞ്ഞ ആഴ്ച റാലി നടക്കുകയുണ്ടായി. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു റാലി അവിടെ നടക്കാനുള്ള പ്രധാന കാരണം റേറ്റ് കട്ടുമായി ബന്ധപ്പെട്ട പ്രതീക്ഷകളാണ്. ഇപ്പോൾ ഒക്ടോബർ 29 ഈ ഫെഡറൽ റിസർവിൻ്റെ അനൗൺസ്മെൻറ്റ് വരാൻ പോകുന്നത്. അപ്പോൾ US-ൻ്റെ കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ അവരുടെ എക്സ്പെക്റ്റേഷനും ബിലോ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിൻ്റെ വലിയ പ്രതീക്ഷകളാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഫെഡറൽ റിസർവിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് തീർച്ചയായിട്ടും ഈ ഒരു മീറ്റിംഗിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പൊതുവെ മാർക്കറ്റ് വിലയിരുത്തുന്നത്. അതൊരു 25 ബേസിസ് പോയിന്റിൻ്റെ ഒരു റേറ്റ് കട്ടായിരിക്കും. അത് കൂടാതെ ഡിസംബറിൽ മറ്റൊരു റേറ്റ് കട്ടും മൊത്തത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ അവിടെ ചില നെഗറ്റീവ് ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന്, വളരെ വീക്കായിട്ടുള്ള കൺസ്യൂമർ സെന്റിമെന്റ്സ് അമേരിക്കയിൽ നിലനിൽക്കുന്നുണ്ട്. അവിടുത്തെ ഷട്ട് ഡൗൺ ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡാറ്റകളും മാർക്കറ്റിൽ അവൈലബിൾ അല്ല. അപ്പോൾ ഈ ഒരു ഡാറ്റ ഡിസ്ട്രപ്ഷൻ ഫെഡറൽ റിസർവിൻ്റെ മുമ്പിൽ ചില വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട്. കാരണം അവർക്ക് ഈ ഡാറ്റ അനലൈസ് ചെയ്തുകൊണ്ട് മാത്രമേ ഒരു റേറ്റ് കട്ടിനെ പറ്റി അനൗൺസ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ എങ്ങനെയായിരിക്കും US ഫെഡറൽ റിസർവ് ഈ ഒരു ഡാറ്റ ഡിസ്ട്രപ്ഷനെ നോക്കിക്കാണുക എന്നതും വളരെ പ്രധാനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒക്ടോബർ 29 ഫെഡറൽ റിസർവ് അനൗൺസ്മെൻറ്റ് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവമായിരിക്കും. അപ്പോൾ ഒരു റേറ്റ് കട്ട് ഉണ്ടാവുകയില്ലെങ്കിൽ അത് US മാർക്കറ്റിൽ വലിയൊരു ക്രാഷിന് കാരണമായേക്കാം. US മാർക്കറ്റിൽ മാത്രമല്ല, ഇന്ത്യയിലായാലും ഗ്ലോബൽ മാർക്കറ്റിലായാലും ഒരു ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്ന ഒരു ഡിസിഷൻ ആയിരിക്കും. അതുപോലെ മലേഷ്യയിലെ കോലാലംപൂരിൽ നടക്കുന്ന ഏഷ്യൻ സമ്മിറ്റിൽ ഡൊണാൾഡ് ട്രംപിൻ്റെയും PM മോഡിയുടെയും ഒരു മീറ്റ് ഉണ്ടാകുമെന്ന് പൊതുവെ പ്രതീക്ഷിച്ചിരുന്നു. ഇപ്പോൾ 26 മുതൽ 28 വരെയാണ് ഈ ഒരു സമ്മിറ്റ് നടക്കുന്നത്. അവിടെ മോഡി വെർച്വലായിട്ട് മാത്രമാണ് ആ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നത്. എന്തുകൊണ്ട് പ്രൈം മിനിസ്റ്റർ ഈ ഒരു മീറ്റിങ്ങിൽ നിന്നും പിന്മാറി എന്നതിനെക്കുറിച്ച് പല റൂമേഴ്സും മീഡിയകളിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അവിടെ ദീപാവലി സെലിബ്രേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പോകാതിരുന്നത് എന്ന വാദമുണ്ട്. അതല്ല ബീഹാർ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പോകാതിരുന്നത് എന്ന വാദമുണ്ട്. അതല്ല US ഇന്ത്യ ട്രേഡ് ഡീല് ഒരു തീരുമാനമാകാത്തതിൻ്റെ പേരിൽ ട്രംപുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറില്ല എന്ന രീതിയിലും പല വാദമുഖങ്ങളും നമുക്ക് കാണാൻ കഴിയും. പ്രൈം മിനിസ്റ്റർ മോഡി അവിടെ പങ്കെടുക്കാതിരിക്കുന്നതോടുകൂടി ആ ഒരു സമ്മിറ്റ് ഒരു നോൺ ഇവൻ്റ് ആയിട്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മാറിയിരിക്കുകയാണ്. എന്നാൽ മറ്റൊരു സമ്മിറ്റായിട്ടുള്ള അപെക്സ് സമ്മിറ്റ് അത് കൊറിയയിൽ നടക്കുന്നുണ്ട്. അത് ഒക്ടോബർ 30 അവിടെ ട്രംപും ചൈനീസ് തലവനായിട്ടുള്ള ഷീ പിങ് ജിങ്ങും തമ്മിലുള്ള ഒരു മീറ്റിംഗ് നടക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് മൊത്തത്തിലുള്ളത്. അത് വൈറ്റ് ഹൗസും കൺഫേം ചെയ്തിട്ടുണ്ട്. എന്നാൽ ചൈനീസ് ഒഫീഷ്യൽ ഫൈനലായിട്ട് ഇനിയും കൺഫേം ചെയ്തിട്ടില്ല. അപ്പോൾ ആ മീറ്റിങ്ങിൽ US ചൈന ട്രേഡ് ഡീലുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആ ട്രേഡ് വാറിൽ ഏതെങ്കിലും വിധത്തിൽ ഒരു മഞ്ഞുരുകുമെന്നാണ് പ്രതീക്ഷ. അങ്ങനെയാണെങ്കിൽ അത് ഗ്ലോബൽ മാർക്കറ്റിൽ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമായിരിക്കും. ഇനി നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നാൽ ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡാറ്റ എല്ലാ മാസവും 28 അനൗൺസ് ചെയ്യുക. അപ്പോൾ അതും നെക്സ്റ്റ് വീക്ക് വരുന്നുണ്ട്. അത് കൃത്യമായിട്ട് നമ്മുടെ എക്കണോമിക് ഗ്രോത്ത് എങ്ങോട്ടാണ് പോകുന്നത് എന്നതിൻ്റെ കൃത്യമായൊരു ദിശാസൂചികയായിരിക്കും. ഇപ്പോൾ കഴിഞ്ഞ മാസം അത് എക്സ്പെക്റ്റേഷനേക്കാൾ താഴെയാണ് വന്നത്. 5% എക്സ്പെക്റ്റ് ചെയ്തിരുന്നു, പക്ഷേ ആക്ച്വലായിട്ട് വന്നത് 4% ആണ്. അതിന് മുമ്പത്തെ മാസം 4.3% ആയിരുന്നു. അപ്പോൾ ആ ഡാറ്റ ഒരു 5% ലെവലിലേക്ക് വരുന്നില്ലെങ്കിൽ അത് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവ് ആയിരിക്കും. ഇതുകൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നെക്സ്റ്റ് വീക്ക് ഉള്ളത് നമ്മുടെ നിഫ്റ്റിയുടെ മന്ത്ലി എക്സ്പയറിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു വളറ്റിലിറ്റി ആ ദിവസങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും. നിഫ്റ്റിയുടെ ഒരു ടെക്നിക്കൽ ചാർട്ടുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 25,850 ഒരു ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 26,000 അല്ലെങ്കിൽ 26,200 വരെ പോകുവാനുള്ള ഒരു
ടെൻഡൻസി നിഫ്റ്റിയിലുണ്ട്. എന്നാൽ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് നിൽക്കുന്നത് 25,550 എന്ന ലെവലിലാണ്. എന്നാൽ പൊതുവേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി 20 ഡേ 50 ഡേ 200 ഡേ മൂവിംഗ് ആവറേജിൻ്റെ ഒക്കെ മുകളിലാണ് ഇപ്പോഴും ട്രേഡ് ചെയ്യുന്നത്. അത് അതിൻ്റെ അണ്ടർലൈങ് സ്ട്രെങ്ത് ആണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ വീക്ക്ലി ഫ്രൈമിൽ RSI 61 എന്ന ലെവലാണ് കാണിക്കുന്നത്. അപ്പോൾ അതൊരു ന്യൂട്രൽ ടു പോസിറ്റീവ് എന്ന ഒരു സൂചികയാണ് നൽകുന്നത്. അപ്പോൾ നിലവിലുള്ള ഈ ഒരു കൺസോളിഡേഷൻ അവസാനിച്ച് കഴിഞ്ഞാൽ ശക്തമായൊരു മൊമെൻറ്റം തിരിച്ചു വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ IPO മാർക്കറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ IPO മാർക്കറ്റ് പൊതുവേ ഇപ്പോൾ ശാന്തമാണ്. നെക്സ്റ്റ് വീക്ക് ആകെ ഒരേ ഒരു IPO മാത്രമേ നമുക്ക് ഓപ്പൺ ആയിട്ട് കാണാൻ കഴിയുകയുള്ളൂ. അത് 29-ാം തീയതി ഓപ്പൺ ചെയ്യുന്ന ഓർക്ല ഇന്ത്യ ലിമിറ്റഡിൻ്റെ IPO ആണ്. 1667 കോടിയുടെ ഇഷ്യൂ സൈസുള്ള ഈ ഒരു IPO 695-730 എന്നൊരു പ്രൈസ് ബാൻഡിലാണ് വരുന്നത്. ഓർക്ല എന്ന് പറയുന്നത് മൾട്ടി കാറ്റഗറി ഇന്ത്യൻ ഫുഡ് മാർക്കറ്റിങ്ങിലും മാനുഫാക്ചറിങ്ങിലും എൻഗേജ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ അവരുടെ ഒരു റീസെൻറ്റ് ഫൈനാൻഷ്യൽ ഡാറ്റ വെച്ച് നോക്കുകയാണെങ്കിൽ FY24 ശേഷം ഇതിൻ്റെ ബിസിനസ് പെർഫോമൻസ് ഡൗൺ ട്രെൻഡിലാണ് പോകുന്നത്. അതുകൂടാതെ ഇതിൻ്റെ PE കുറച്ച് ഹയർ സൈഡിലാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു മീഡിയം ടേം സാധ്യത മാത്രമേ ഉള്ളൂ. വേറെ IPOകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു ലിസ്റ്റിംഗ് ഗെയിൻ സാധ്യത ഉണ്ടാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് വീക്ക് നമ്മുടെ മാർക്കറ്റിൽ ഏകദേശം 300-ലധികം കമ്പനികളുടെ Q2 റിസൾട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിൽ പല കമ്പനികളും പല സെക്ടറുകളിലെ റെപ്രസെൻറ്റേറ്റീവ്സ് ആയതുകൊണ്ട് തന്നെ പല സെക്ടറുകളും ഏത് ഭാഗത്തേക്കാണ് നീങ്ങുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു കൃത്യമായ പിക്ചർ ചിലപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീക്ക് കിട്ടിയേക്കാം. അപ്പോൾ അതിൽ പ്രധാന കമ്പനികൾ നോക്കുകയാണെങ്കിൽ അദാനി ഗ്രീൻ എനർജി, അദാനി ടോട്ടൽ ഗ്യാസ്, മസഗോൺ ഡാക്, ജിൻഡാൽ സ്റ്റീൽ, സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഫൈനാൻഷ്യൽ സർവീസസ്, ശ്രീറാം ഫിനാൻസ്, കോൾ ഇന്ത്യ, ലാർസൻ ആൻഡ് ടൂബ്രോ, അതുപോലെ ഹിന്ദുസ്ഥാൻ പെട്രോളിയം, ഭാരത് പെട്രോളിയം, ഗെയിൽ, സിപ്ല, DLF, മാരുതി സുസുക്കി, കാനറ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, ടാറ്റ കെമിക്കൽസ്, JK സിമെൻറ്റ് പോലെയുള്ള പല പ്രധാനപ്പെട്ട കമ്പനികളുടെയും റിസൾട്ട് നെക്സ്റ്റ് വീക്ക് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതൊക്കെയാണ് നെക്സ്റ്റ് വീക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.